കഴിഞ്ഞ 9 ദിവസങ്ങളായി കേരളത്തിലെ ആശാ വർക്കർമാർ നിലനിൽപ്പിനായുള്ള പോരാട്ടം തുടരുകയാണ്. ഈ സമരത്തെ വേണ്ട ഗൗരവം കൊടുക്കാതിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ധനമന്ത്രി KN ബാലഗോപാലും. ആശാ വർക്കർക്ക് 13,200 രൂപ ലഭിക്കുന്നുണ്ടെന്നായിരുന്നു വീണ ജോർജിൻ്റെ അവകാശവാദം. എന്നാൽ ഈ അവകാശവാദത്തെ തള്ളുകയാണ് സമരസമിതി. കഴിഞ്ഞ ദിവസമാണ് ഇവർക്കെതിരെ അന്യായമായി ഗതാഗത തടസ്സമുണ്ടാക്കി സംഘം ചേർന്ന് നടത്തുന്ന സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് അയച്ചത്. ഈ സമരം ഞങ്ങൾ തുടങ്ങിയതിൽ പിന്നെ ഈ സമരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ പിന്തുണ, കോവിഡ് കാലത്ത് ആശാവർക്കർമാർ ഈ സമൂഹത്തിന് നൽകിയ സേവനം, ആ സേവനത്തിന് തിരിച്ച് ഈ സമൂഹത്തിന് ആശാവർക്കർമാരോട് നന്ദി പറയാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് ഈ സാഹചര്യത്തെ അവർ വിനിയോഗിക്കുന്ന പൊതുസമൂഹം. ഇവിടേക്ക് വന്ന എത്രയോ മനുഷ്യരാണ്, എത്രയോ സംഘടനകൾ, വ്യക്തികൾ, ജനപ്രതിനിധികൾ, വരുന്നവരെല്ലാവരും തന്നെ സൂചിപ്പിക്കുന്നത് അവർ ആശാവർക്കർമാർ കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളാണ്. സ്വന്തം മക്കൾ പോലും മാതാപിതാക്കളെ കോവിഡ് രോഗത്തിൻ്റെ ഭീഷണി മൂലം സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകൾ പോലും പരിചരിക്കാൻ കൂട്ടാക്കാത്ത സമയത്താണ് ആ സാഹചര്യത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ജീവൻ ത്രിവണ്ണവൽഗണിച്ചുകൊണ്ട് ആശാവർക്കർമാർ ഈ രാജ്യത്തും ലോകത്തും നമ്മുടെ സംസ്ഥാനത്തും പ്രവർത്തിച്ചത്. അന്ന് ആശാവർക്കർമാരെ സർക്കാരിന് ആവശ്യമായിരുന്നു. അന്ന് ആശാവർക്കർമാർക്ക് വേണ്ടുന്ന ഒരു ജീവൻ സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഒരുക്കിയിരുന്നില്ല. എല്ലാവരും ആശുപത്രിയിലെ ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും ഒക്കെ PP കിറ്റും കോവിഷീൽഡും അതുപോലുള്ള സാധനങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആശാവർക്കർമാർക്ക് അതിനുള്ള മാസ്കോ സാനിറ്റൈസറോ ഇതുപോലുള്ള സാധനങ്ങൾ പോലും അനുസരണം ലഭ്യമാക്കിയിരുന്നില്ല. ഒരു റിസ്ക് അലവൻസ് കൊടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നത്. നമ്മുടെ സംഘടന 15,000 രൂപ ആവശ്യപ്പെട്ടു, സർക്കാർ കൊടുത്തത് 1000 രൂപയാണ്. പക്ഷേ സേവനം മുഴുവൻ ആശാവർക്കർമാരുടെ സേവനം മുഴുവൻ യൂട്ടിലൈസ് ചെയ്തു. ഇപ്പോൾ 7 വർഷം കൊണ്ട് 7,000 രൂപ ആയിട്ടുള്ള ഈ ഓണറേറിയം വർദ്ധിപ്പിച്ച് കിട്ടണമെന്നും അതിൻ്റെ കാലതാമസം ഒഴിവാക്കി ആരോഗ്യമന്ത്രി ശമ്പളം വാങ്ങിക്കുന്ന ദിവസം തന്നെ ആരോഗ്യമന്ത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ചെറിയ ശമ്പളക്കാരായ ആശാവർക്കർമാരുടെ ശമ്പളം കൊടുക്കണമെന്നുമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാനൊരു വിധവയാണ്, വീട് പോലുമില്ല, നമുക്ക് ജീവിക്കാൻ ഒരു നിവർത്തിയില്ല. 18 വർഷമായി ഈ ജോലിയിൽ വന്നിട്ട്, ഈ ആശാ വർക്കറായിട്ട്. നേരെ നമുക്ക് ഇന്ന് വരെ മാസം തോറും ഇതുവരെ കാശ് കിട്ടിയിട്ടില്ല. എപ്പോഴും 2 മാസം 3 മാസം 4 മാസം ഇങ്ങനെ നമ്മൾ ഓരോ സമരം പിടിച്ചാലേ നമുക്ക് ഈ കാശ് കിട്ടും. നമുക്ക് ജീവിക്കാൻ ഒരു നിവർത്തിയില്ല. ഞാനൊരു വിധവയാണ്, ഒരു നിവർത്തിയില്ല. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞങ്ങളുടെ സമരം ഇന്നേക്ക് 9 ദിവസമായി. ഇതിനിടയ്ക്ക് 2 ചർച്ചകൾ നടന്നു. ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിലും മറ്റൊന്ന് മന്ത്രി ശ്രീമതി വീണ ജോർജുമായിട്ടും. അതിന് വീണ ജോർജ് മന്ത്രിയായിട്ടുള്ള ചർച്ചയ്ക്ക് അവർ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു: നിങ്ങളുടെ എല്ലാ ഡിമാൻഡും ന്യായയുക്തമാണ്, നിങ്ങളുടെ എല്ലാ ഡിമാൻഡിനെയും ഞാൻ പിന്തുണയ്ക്കുന്നു, ഒരു തെറ്റായ ഡിമാൻഡ് നിങ്ങൾ ഉന്നയിച്ചില്ല. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഞങ്ങൾക്കത് തരാനുള്ള സാമ്പത്തിക പ്രശ്നമാണ്. ആ സാമ്പത്തിക പ്രശ്നം ധനമന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ടേ ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ അവരോട് പറഞ്ഞ്, നിങ്ങൾ ധനമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടായിരുന്നു ഈ മീറ്റിംഗ് വിളിക്കേണ്ടത്. അതിന് ഇത് പെട്ടെന്നുള്ള സമരമല്ല, ഇത്രയോ കാലങ്ങളായിട്ട് കൊടുത്തിരിക്കുന്ന ഡിമാൻഡാണ്. ഡിമാൻഡ് നോട്ടീസ് കൊടുത്താണ്, എല്ലാം അറിയാവുന്നതാണ്. എന്നിട്ടും ഞങ്ങളെ വിളിച്ചിട്ട് ധനമന്ത്രിയായിട്ട് ആലോചിക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ ഞങ്ങൾ അവസാനം ഒരു കാര്യം പറഞ്ഞു: ഞങ്ങൾ പോവാം, മാഡം എത്രയും പെട്ടെന്ന് ധനമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ഞങ്ങളെ അറിയിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷേ അതിനുശേഷം മന്ത്രി നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന, അതായത് 13,200 രൂപ കിട്ടുന്നു എന്നുള്ള ആ പ്രസ്താവന വളരെ ഖേദകരമാണ്. കേരളത്തിലെ ഒരാശാ വർക്കർമാർക്കും 13,200 രൂപ കിട്ടുന്നേ ഇല്ല. ഏറ്റവും പോയിട്ടുണ്ടെങ്കിൽ 9,000 രൂപ. അതുതന്നെ ഇവരുടെ കട്ടിങ്സ് ഒഴിവാക്കുന്ന ആളുകൾ. 7,000 രൂപ ഓണറേറിയം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പകുതി പോലും കിട്ടാത്ത ആളുകളാണ് വലിയൊരു ശതമാനവും. നമുക്ക് വെറും 7,000 രൂപയേ ഉള്ളൂ. 13,000 രൂപയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. രാവിലെ വീണ ജോർജിനായിരുന്നാലും ശരി തന്നെ, ബാലഗോപാലനായിരുന്നാലും ശരി തന്നെ, അവർക്ക് ഇവിടെ വന്നിരുന്നത് എന്ത് വേണമെങ്കിലും പറയാം. വെയിലത്ത് പണിയെടുക്കുന്നത്, മഴയത്ത് പണിയെടുക്കുന്നത് നമ്മളാണ്, അല്ലേ? നമ്മളാണ് പണിയെടുക്കുന്നത്. ഈ കോവിഡ് വന്ന സമയത്ത് ഒരു മനുഷ്യരും രംഗത്തില്ലായിരുന്നു, ഈ ആശാമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ മന്ത്രി പറഞ്ഞ മാലാഖമായിരുന്നു. ഇപ്പോഴും മാലാഖയെല്ലാം പോയി.
ഈ വെയിലത്ത് വന്നിരുന്ന് സമരം ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇത്രയും കാശ് കിട്ടുമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുമോ? അത് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത്. നമുക്ക് വെറും 7000 രൂപയുള്ളൂ, അതിൽ കൂടുതലൊന്നും നമുക്കൊന്നും പറയാനില്ല. നമ്മൾ വിജയിക്കുന്നേരം സമരം ചെയ്യും. അങ്ങനെ ഒരു കാരണവശാലും ആർക്കും 13,000 രൂപ കിട്ടുന്നില്ല. ഓണറേറി എന്ന നിലയിൽ നമുക്ക് കിട്ടുന്നത് 7,000 രൂപ. ആ 7,000 രൂപയിൽ 10 ക്രൈറ്റീരിയ ഉണ്ട്. ആ ഒരു ക്രൈറ്റീരിയയ്ക്ക് 700 രൂപ. 10 ക്രൈറ്റീരിയ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് 7,000 രൂപ കിട്ടുള്ളൂ. അതിൽ ഒരു ക്രൈറ്റീരിയ നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ 700 രൂപ വെച്ച് അവർ കട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്താലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണറേറിയത്തിൽ വിളപ്പിൽ ഒരുപാട് പേർക്ക് 700 രൂപ വെച്ച് കുറഞ്ഞിട്ടുണ്ട്. 4,200 രൂപ വാങ്ങണവരുണ്ട്, കറക്റ്റ് 7,000 കിട്ടുന്നതുണ്ട്. അങ്ങനെ അതനുസരിച്ച് അവരങ്ങനെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻസെൻറ്റീവ് നമ്മൾ ചെയ്യുന്നത് ഒരു വർക്കിന് നമുക്ക് ഇത്ര രൂപ എന്നുള്ളതാണ്. ഒരു കൊച്ചിൻ്റെ കുത്തിവയ്പ്പിന് നമ്മൾ UIPക്ക് കൊണ്ടെത്തിച്ചാൽ നമുക്ക് കിട്ടുന്നത് 20 രൂപ. ഒരു MR എടുത്താൽ നമുക്ക് കിട്ടും 100 രൂപ. 1.5 വയസ്സിൻ്റെ DPT സെക്കൻഡ് ബൂസ്റ്റർ എടുക്കുമ്പോൾ ഫസ്റ്റ് ബൂസ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടണത് 50 രൂപ. പിന്നെ ഒരു മീറ്റിങ്ങിന് നമ്മൾ പങ്കെടുത്താൽ നമുക്ക് കിട്ടുന്നത് 100 രൂപ. NCD ക്യാമ്പ് വെച്ചിട്ട് പുതിയ ആളുകളെ കണ്ടെത്തി അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് മരുന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 രൂപ. ഇപ്പം ശൈലി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വാർഡ് 1000 പോപ്പുലേഷന് ഒരു ആശ എന്ന നിലയിലാണ് അവർ ഈ ആശാ വർക്കേഴ്സിനെ എടുത്തത്. അപ്പോൾ ഒരു വാർഡിൽ 2 പേരുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ കുറച്ച് ഒരു വാർഡ് 3,500 പോപ്പുലേഷന് ഒരു ആശ. ഒരു വാർഡിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ആശയുടെ നേതൃത്വത്തിലാണ് ചെയ്തു കൊടുക്കുന്നത്. അവർ പറയണ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ സമയം കണ്ടെത്തി നമുക്ക് നമ്മളെ വീട്ടിലെ ഭവനത്തിലെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, വയസ്സായ മാതാപിതാക്കളെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത തന്നെ അവർ പറയണ സമയത്ത് നമ്മളെല്ലാവരും അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശൈലിക്ക് ഒരാളിന് നമ്മൾ 60 ക്വസ്റ്റ്യൻ വരെ ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ ശൈലിയിൽ തന്നെ BP ഷുഗറിൻ്റെത് ഉണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോള്, തൈറോയ്ഡ്, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ, ഒരു മനുഷ്യന് എന്തൊക്കെ അസുഖമുണ്ടോ അതൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് വിടുകയാണ്. അതിലുപരിയായിട്ട് 60 വയസ്സിന് മേളിലും 60 വയസ്സിനകത്തും BPയും ഷുഗറുള്ള ഒരു ക്യാമ്പയിനുണ്ട്. അതും നമ്മൾ ഇതിൽ കൂടെ ചെയ്യുന്നുണ്ട്. ക്യാൻസർ, വിവിധ തരം ക്യാൻസറിൻ്റെത് നമ്മളിത് സ്ക്രീനിങ് ചെയ്ത് ബ്രസ്റ്റ് ക്യാൻസർ, ഓറൽ ക്യാൻസർ, പല രീതിയിലുള്ള ക്യാൻസർ നമ്മൾ ഇതിനകത്ത് ചെയ്ത് ഈ നമ്മുടെ ഇപ്പോഴത്തെ വർക്കിൽ നമ്മൾ ചെയ്ത് വിടുന്നുണ്ട്. ടോട്ടൽ അവരെ ഓർഡറാണ്. പിന്നെ ഞങ്ങൾക്ക് വരുന്ന കാശ് കാണിച്ചു, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന കാശുകളാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. നമുക്ക് 7,000 രൂപയാണെന്ന് പറയുന്നു, പക്ഷേ എല്ലാ പേർക്കും 7,000 രൂപ വരുന്നില്ല. 6,300 വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഓരോ ക്രൈറ്റീരിയയ്ക്കും 700 രൂപ വീതം പോകുന്നുണ്ട്. 700 രൂപ വീതം മാറിപ്പോണം. ഇതെല്ലാം 6,300 7,000 ഒന്നിച്ച് തികച്ച് തരുന്നില്ല. 7,000 ഒരാശയ്ക്ക് എല്ലായ്പ്പോഴും കിട്ടുന്നില്ല. അതുപോലെ അതുകൊണ്ടാണ് അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് അത് പറയും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതെടുത്തത്. ഇത് 7,000 ഞങ്ങൾക്ക് 7,000 എന്ന് പറഞ്ഞത് ആ 7,000 പോലും എപ്പോഴും കിട്ടുന്നില്ല. 7,000 6,300 കിട്ടിയവരും ഉണ്ടല്ലോ സാർ, കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് ഓർഡർ നമ്മളെ PDF ആണ് നമുക്ക് തന്ന പൈസയുടെ. അത് നമ്മുടെ PDF നമുക്ക് ഓരോ മാസവും തരുന്ന പൈസയുടെ PDF ആണിത്. ഇതാ ഞങ്ങളുടെ ഇൻസെൻറ്റീവാണിത്. ഇൻസെൻറ്റീവിൻ്റെ PDF ഇതാണ് ഞങ്ങളുടെ ഇൻസെൻറ്റീവിൻ്റെ PDF. ഇത് ഇൻസെൻറ്റീവ് ഒരാഴ്ചയ്ക്ക് കിട്ടുന്നത് അവർ ചെയ്യുന്ന വർക്കും കൂടി എത്ര ഗർഭിണിയെ കൊടുക്കുന്നു അതിൻ്റെ വർക്കും കൂടി ചേർത്തുള്ളതാണ്. അല്ലാതെ ഫിക്സഡ് ആയിട്ട് നമുക്ക് ഇത്രയും പൈസ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഇത്രയാണ് കിട്ടുന്നത്. ഞങ്ങളുടെ തെളിവുണ്ടല്ലോ, ഞങ്ങൾക്ക് വന്ന PDF ആണിത്. ഇത്രയാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. ഈ 13,500 രൂപ എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല, ഈ നിമിഷം വരെയും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കും ഇതുവരേക്കും 13,200 രൂപയിൽ മന്ത്രിമാർ പറയുന്നത് പോലെ ഇതുവരേക്കും ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും രൂപ വന്നിട്ടില്ല. വെസ്റ്റ് ബംഗാളിലെ ആശാ വർക്കർമാർക്ക് കൊടുത്ത ഓണറേറിയം അവിടെ മിനിസ്റ്റർ ചെയ്തതാണ്. അതിൻ്റെ വെസ്റ്റ് ബംഗാളിൽ കൊടുത്തതാണ്. ഓർഡർ പേപ്പറാണ്. ഓർഡറാണിത്.
അവർക്ക് 5 ലക്ഷം രൂപയും കൊടുക്കുന്നുണ്ട്. വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപയും അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ 9 ദിവസമായി ഒരുപക്ഷെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇത്രയും സമാധാനപരമായി ഇത്തരത്തിലുള്ളൊരു സമരം, നീണ്ടു നിൽക്കുന്ന ഒരു സമരം നടക്കുന്നത്. ആ സമരത്തിനെ ഭയപ്പെടുത്താൻ, സമര പോരാളികളെ ഭയപ്പെടുത്താനും സമര നേതൃത്വത്തെ കേസിൽ കുടുക്കി ഈ സമരത്തെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അതൊന്നും കണ്ട് പേടിക്കുന്ന ആളുകളല്ല ഇവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകളും. നമ്മുടെ ധനകാര്യമന്ത്രി ആക്ഷേപിച്ചതുപോലെ രാഷ്ട്രീയ ബോധമില്ലാത്തവരല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് കുത്തിയിളക്കിക്കൊണ്ട് വന്നവരുമല്ല. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലിൻ്റെ പ്രസ്താവന വന്നത് ആരോ കുത്തി ഇളക്കി പറഞ്ഞയച്ചിരിക്കുന്നതാണ് ഈ ആശാമരം. ഇത് വളരെ ഖേദകരമാണ്. ഇന്നത്തെ ഒരു കാലത്ത് ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വളരെ ഗുരുതരമായൊരു പ്രശ്നമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരൊറ്റ ആശമാരും കുത്തി ഇളക്കിയാൽ വരുന്നവരല്ല. അവർ ഈ 26,125 ആശമാരാണുള്ളത്. അവരെല്ലാവരും വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന 18 വർഷമായി പണിയെടുക്കുന്നവർ. അവർക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബന്ധമാണ്. ഓരോ മനുഷ്യരെയും അവർക്കറിയാം, ഓരോ വീടുകളെ അവർക്കറിയാം. 233 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്. ഇവരെ ഏർപ്പെടുത്തിയ 7,000 കിട്ടിയാൽ തന്നെ 233 രൂപ കിട്ടും. ഈ 233 രൂപ കൊണ്ട് കേരളത്തിലെ ഒരു കുടുംബം എങ്ങനെ കഴിയുമെന്നാണ് ഈ മന്ത്രി ബാലഗോപാൽ പറയുന്നത്. തൊഴിലുറപ്പിന് തന്നെ 300-ലധികം ഉണ്ടല്ലോ. 346 രൂപയുണ്ട് കേരളത്തിലെ തൊഴിലുറപ്പെന്ന്. ഒന്നിന് പുറകെ ഒന്നായിട്ട് പല രീതിയിലുള്ള വർക്കുകളാണ് വരുന്നത്. TBയുടെ സർവേ വന്ന് അതിൻ്റെ പുറത്ത് 2ാം ശൈലി ആപ്പ് ചെയ്യണം, മൊബൈൽ ശൈലി ആപ്പ്. അതിന് പുറമെ കുഷ്ഠരോഗത്തിൻ്റെ ലെപ്രസിയുടെ സർവേ വന്നു. അത് ചെയ്തു തരുമ്പോൾ അടുത്ത് വേറൊരു വർക്ക് ഔട്ട്റീച്ച് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. അതിന് കുട്ടികളെ വിളിക്കണം, ഗർഭിണികളെ രജിസ്റ്റർ ചെയ്യണം, യഥാസമയമുള്ള പോപ്പുലേഷൻ അവതരിപ്പിക്കണം. അത് ഗവൺമെൻറ്റിൽ എവിടെ ആയാലും അവതരിപ്പിക്കണം. വിവാ ക്യാമ്പ് വെച്ചേക്കുന്നു. NCD എന്ന് പറയുമ്പം ജീവിതശൈലി രോഗങ്ങളാണ്. ഫീൽഡിൽ പോയി കണ്ടുപിടിച്ച് ഒരു വീട് അറേഞ്ച്മെൻറ്റ് ചെയ്ത് ആ സെലക്ട് ചെയ്യുന്നിടത്ത് ആൾക്കാരെ വരുത്തി ഏകദേശം 25 പേരെങ്കിലും ഞങ്ങൾ സംഘടിപ്പിച്ച് നിർത്തിയിരിക്കണം. ഈ ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ ന്യായം കേട്ടിട്ടുള്ള, ഡിമാൻഡുകൾ കേട്ടിട്ടുള്ള ഏതൊരു മനുഷ്യനെങ്കിലും ഇത് അന്യായമാണെന്ന് പറയും. ഒരാളും പറയില്ല. അത്രയും ന്യായയുക്തമായ സമരം തികച്ചും സമാധാനപരമായി ഈ കഴിഞ്ഞ 9 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് പകരം ആശാവർക്കർമാരെ ആക്ഷേപിച്ചും അവമാനിച്ചും കള്ളക്കേസെടുത്തും ഈ സമരത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിവിടെ വിലപ്പോകത്തില്ല. ഞങ്ങളും ഈ കേരളത്തിൽ ജനിച്ചു വളർന്നതാണ്. കേരളത്തിൻ്റെ ചരിത്രം അറിയാവുന്നവരാണ്. കേരളത്തിൽ നടന്നു വന്ന സമരങ്ങൾ എങ്ങനെയാണെന്ന് അറിയാവുന്നവരാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതി എന്താണെന്ന് അറിയുന്നവർ തന്നെയാണ് ഇവിടെ സമരത്തിനിരിക്കുന്നത്. അതുകൊണ്ട് കേസൊന്നും കാട്ടി പോലീസ് നടപടിയെടുത്ത് ഈ സമരത്തെ അടിച്ചൊതുക്കാമെന്ന് സർക്കാർ വിചാരിക്കുന്നത്. അനുകൂലമായ മറുപടി കിട്ടും വരെ ഞങ്ങളിവിടെ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ നേടാതെ ഞങ്ങൾ ഇവിടം വിട്ടുപോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ കൂടുതൽ ആശമാരെ സംഘടിപ്പിച്ചുകൊണ്ട്, അതായത് കേരളത്തിലെ 27,000-ൽ സംതിങ് ആശമാരും ഈ 20-ാം തീയതി സെക്രട്ടേറിയറ്റ് നടയിൽ ഇവിടെ വരും. എന്നിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു വലിയ തീരുമാനമെടുക്കും. ഒരു നിമിഷം പോലും പരാജയപ്പെടുന്ന പ്രശ്നമില്ല, ഒരു വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അതേപോലെ തന്നെയാണ് അവർ വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന ആവശ്യം, പരിമിതമായ ആവശ്യം. ബംഗാളിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2020 മുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 18 വർഷം പണിയെടുത്തിട്ട് മുട്ടും നടു എല്ലാം പോയ ഈ ആശാവർക്കർമാർ കൈയും വീശി പോകണമെന്നാണ്. ഒരു 5 പൈസ പോലും ഇല്ലാതെ പോകണമെന്നാണ് ഈ ഗവൺമെൻറ് പറയുന്നത്. അവർക്കൊരു 5 ലക്ഷം രൂപ കൊടുത്താൽ ഒട്ടും തന്നെ ഇത് അധികമാവില്ല. കേരളം പോലൊരു സ്ഥലത്ത് ആദ്യം ചെയ്യേണ്ടതായിരുന്നത് വൈകിപ്പോയി. ഇനിയെങ്കിലും അവർ പിരിഞ്ഞു പോകുമ്പോൾ ഒരു 5 ലക്ഷം രൂപ എന്ന മിനിമം ആവശ്യമെങ്കിലും ഈ ഗവൺമെൻറ് കൊടുക്കുക എന്നുള്ളത് ആണ് വേണ്ടത്. എന്തെങ്കിലും പണിയെടുക്കുന്ന സ്ത്രീകളോട് പ്രത്യേകിച്ചു എന്തെങ്കിലും അനുകമ്പയും കാരുണ്യവും ഉണ്ടെങ്കിൽ ഇതാണ് ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് ഞങ്ങളുടെ അഭിപ്രായം. വ്യാഴാഴ്ച നമ്മൾ കേരളത്തിലെ മുഴുവൻ ആശമാരും പണി മുടക്കി. ഇപ്പോൾ കുറേ പേരെങ്കിലും ഈ സമരത്തോടൊപ്പം വരാത്ത കുറേ പേരെങ്കിലും പണി ചെയ്യുന്നുണ്ട്. മറിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളും പണിമുടക്കിയാണ് സമരത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 9 ദിവസമായി നമ്മുടെ കൂടെയുള്ള ആളുകൾ മറ്റ് ജില്ലകളിൽ നിന്ന് വരാത്ത ആളുകൾ ഉൾപ്പെടെ പണിമുടക്കിലാണ്. അപ്പോൾ ഇനി 20-ാം തീയതി എല്ലാ ആശാവർക്കർമാരും പണിമുടക്കി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തണം.
നമ്മുടെ സർക്കാർ ഒരു തീരുമാനമെടുത്തതിന് ശേഷമേ ഞങ്ങൾ തിരിച്ചു പോകും. അത്തരം ഒരു ഉറച്ച തീരുമാനത്തിലാണ്. അപ്പോൾ സർക്കാരിന് തീരുമാനിക്കാൻ എന്ത് വേണമെന്നുള്ളത്. അതെ, വിജയം കാണാതെ സമരത്തിൽ നിന്നും പുറകോട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഈ ജനകീയ സമരത്തെ തള്ളിപ്പറയുന്ന അധികാര മേലാളന്മാർ പോലും സമരത്തിലൂടെയാണ് ഉയർന്നു വന്നതെന്ന കാര്യം മറക്കാതിരിക്കുക. ഇടതാശയം മറന്ന ഈ ഇടതുപക്ഷ സർക്കാരിൽ നിന്നും നീതി ലഭിക്കുമോ എന്നുള്ളത് നാം കണ്ടു തന്നെ അറിയണം.